കൊച്ചി മെട്രോ കോയമ്പത്തൂർ വരെ നീട്ടണമെന്ന ആവശ്യം ആവർത്തിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഒരു വാണിജ്യ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ മെട്രോ നീളണം. കായികാടിസ്ഥാന വികസന രംഗത്ത് യുപിയിലൊക്കെ ഉണ്ടായ വികസനം എന്താണെന്ന് പരിശോധിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃപ്പൂണിത്തുറയിൽ ബിജെപിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെട്രോ റെയിൽ തൃശൂർ വരെ നീട്ടണമെന്ന കാര്യം പറഞ്ഞപ്പോൾ കൊച്ചി മെട്രോ കൊച്ചിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതെന്ന് പറഞ്ഞായിരുന്നു തന്നെ അവഹേളിച്ചത്. ഡൽഹി മെട്രോ പോകുന്നത് 3 സംസ്ഥാനങ്ങളിലൂടെയാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. 2036 ഭാരതത്തിൽ ഒളിമ്പിക്സ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 അല്ലെങ്കിൽ 40 അത് സാധ്യമായിരിക്കും. രാജ്യത്ത് ഒളിമ്പിക്സ് വരുമ്പോൾ അതിന് അനുസൃതമായ വികസനം എല്ലായിടത്തും ഉണ്ടാകും. കായിക അടിസ്ഥാന വികസന രംഗത്ത് യുപിയിലൊക്കെ ഉണ്ടായ വികസനം എന്താണെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളൊരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ നീളുന്ന അന്നും എന്നെ പറഞ്ഞ് അവഹേളിച്ചത് എങ്ങനെയാണെന്നറിയാം. കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണ്. അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാൻ നോക്കൂ. 2036 ഭാരതത്തിൽ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 അല്ലെങ്കിൽ 40 അത് സംഭവിച്ചിരിക്കും. ഭാരതത്തിൽ ഒളിമ്പിക്സ് വരുമ്പോൾ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഇവിടെ ഇരിക്കുന്ന ക്രിക്കറ്റ് സമൂഹത്തിനറിയാം. അപ്പൊ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പേരിൽ യുപിയിലുണ്ടായിട്ടുള്ള ചുമ്മാ ഇവിടെ ഇരുന്ന് ഈ അസുഖം വരുമ്പോഴത്തേക്കും ഊപ്പി എന്ന് പറഞ്ഞാൽ പോരാ. ഇന്നത്തെ യുപി എന്താണെന്ന് നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കണം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ കേരളത്തിനും കേന്ദ്രത്തിനുമിടയിൽ ജോൺ ബ്രിട്ടാസ് MP പാലമായി പ്രവർത്തിച്ചുവെന്ന കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയിൽ ജോൺ ബ്രിട്ടാസ് MPയെ മുന്നേ എന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഞാൻ അതിനെക്കുറിച്ച് എന്താ പറയണ്ടേ? മുന്ന എന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്ന് മാത്രം. മുസാഫിർ ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കും. തൃപ്പൂണിത്തുറയിൽ BJP സംഘടിപ്പിച്ച സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ശശി തരൂരിന്റെ ലേഖനത്തിന്റെ മലയാളം കോപ്പിയെടുത്ത് തൃപ്പൂണിത്തുറയിൽ വിതരണം ചെയ്യണമെന്ന് പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി.